ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് മൂർത്തി പറയുന്നുണ്ടായിരുന്നു, ഇനി ഞങ്ങളുടെയൊക്കെ ഏജ് കഴിഞ്ഞു, ഞങ്ങളൊക്കെ മരിക്കാനായി എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശും അതുപോലെ അനിയൊക്കെ പറയുന്നുണ്ട്, എന്തിനിങ്ങനെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മുത്തശ്ശ എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്. അപ്പം അനീനോടായിട്ട് പറയുന്നുണ്ട്, മരണത്തെ പറ്റി അല്ലടാ മോനെ ഞാൻ പറഞ്ഞത്, എല്ലാവരും എല്ലാം മനസ്സിലാക്കിയിരിക്കണം. ഒരാൾ പോയി എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, പ്രത്യേകിച്ച് സാമ്പത്തികമായി അടിത്തറയുള്ള തറവാട്ടിൽ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്, അതിൻ്റെ ഓർമ്മയ്ക്ക് ഒരു ഫോട്ടോ എടുത്താലോ? അപ്പം അനി സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് മുത്തശ്ശ, ആദ്യം മുത്തശ്ശനും മുത്തശ്ശിയും ചേർന്ന് നിൽക്ക്, പിന്നെ എല്ലാവരും ജോഡി ചേർന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. അങ്ങനെ എല്ലാവരും പെയറായിട്ട് നിൽക്കുകയാണ്. ആദ്യം മുത്തശ്ശനും മുത്തശ്ശിയും, അത് കഴിഞ്ഞ് ദേവയാനിയും അതുപോലെ ജയനും, പിന്നെ അനിയുടെ അച്ഛനും അമ്മയും, അതുപോലെ ആദർശ് അഭിയും നവ്യയും ഒക്കെ കൂടെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും എടുത്തു കഴിഞ്ഞ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി പ്രോഗ്രാം അറേഞ്ച് ചെയ്തവർ നിൽക്ക്. അതിനുശേഷം നയനയും ആദർശും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും അകന്ന് നിൽക്കുന്ന കണ്ടപ്പം ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്ന് നിൽക്ക്. അപ്പം ജയൻ പറഞ്ഞു കൊടുക്കുകയാണ്, എടാ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്ന് നിൽക്ക്, എന്നിട്ട് മോളൊന്ന് ചേർത്ത് പിടിക്ക്. അപ്പം ആദർശ് അതേപോലെ നയനെ ചേർത്ത് പിടിക്കുകയാണ്. അത് കാണുന്ന സമയത്ത് ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു, അതേസമയം കനകയുടെ ഉള്ളിൽ നിറയാണ് അവർ രണ്ടുപേരും അങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കാണുന്ന സമയത്ത്. അനന്തപുരിയിൽ എത്തിയതിന് ശേഷം ഒരു ഷർട്ടിൻ്റെ ബോക്സ് തുറന്നിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് നയന. അപ്പം ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പം നയന എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു നല്ല ഡിന്നർ തന്നതല്ലേ, അതിൻ്റെ പകരമായിട്ട് നല്ലൊരു ഗിഫ്റ്റ് ഇന്നാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷർട്ട് ആദർശിന് കൊടുക്കുകയാണ്. എന്താ ഇത്, എന്താന്ന് കണ്ടില്ലേ, അതൊരു നല്ല ഷർട്ടാ, വളകാപ്പിന് ഇതാണ് ആദർശ് ഏട്ടൻ്റെ വേഷം, എങ്ങനെയുണ്ട്? അപ്പം ആദർശ് പറയുന്നുണ്ട്, നീ ആർട്ട് വർക്കിൽ കഴിവ് തെളിയിച്ച കുട്ടിയല്ലേ, പിന്നെ നല്ലൊരു ഡിസൈനറും അല്ലേ, കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നയന പറയുന്നുണ്ട്, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയണം. അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് ആദർശ് പറയാണ്, കൊള്ളില്ലെങ്കിലല്ലേ അങ്ങനെ പറയാൻ പറ്റൂ, ഇത് വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ചേരുന്ന ഷർട്ടാ, പിന്നെ എനിക്കിഷ്ടപ്പെട്ട കളറും. അപ്പം നയന പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ആദർശേട്ടൻ്റെ ഇഷ്ടങ്ങൾ എനിക്കൊരു പരിധിവരെയൊക്കെ അറിയാം, എന്നെയാ മനസ്സിലാക്കാത്തത്. അപ്പോൾ ആദർശ് ചിരിച്ചുകൊണ്ട് പറയാണ്, ദേ നീ അത് മാത്രം പറയരുത്, ഇന്ന് നമുക്ക് മാത്രമായിട്ടാണ് ഞാൻ ഡിന്നർ പ്ലാൻ ചെയ്തത്, അതിൻ പ്രകാരം അനി എല്ലാം വിളിച്ച് പ്ലാൻ ചെയ്യുകയും ചെയ്തു, അവൻ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തപ്പോഴാണ് നീ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം നയന പറയുന്നുണ്ട്, അവിടെ പ്രതി ഞാനല്ല, എന്നാലും അങ്ങനെ വന്നതുകൊണ്ട് ഒരു പരാതി ഒഴിഞ്ഞു കിട്ടിയല്ലോ ആദർശേട്ടാ. എന്നിട്ട് നയന അവിടുന്ന് പോകുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, രണ്ടു പേർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്ത സ്ഥാനത്ത് പെട്ടെന്ന് എല്ലാവരും കൂടി കയറി വന്നപ്പോൾ ഹോട്ടലുകാരും ബുദ്ധിമുട്ടി, മാനേജർക്ക് ആകെ വണ്ടറടിച്ചാൽ നിന്നത്, അനിയുടെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം നയന പറയുന്നുണ്ട്, അതിന് പിന്നിൽ ആരാണെന്ന് മനസ്സിലാവുന്നില്ല, വേറെ ആരാ, നീ തന്നെയാ. ആദർശ് നയനയെ കുറ്റപ്പെടുത്തുകയാണ്, ഇനിയിപ്പോൾ സ്വയം ന്യായീകരിക്കാനൊന്നും ശ്രമിക്കണ്ട, ഇനിയെങ്കിലും ഒരു കാര്യം ഓർത്തോ, ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടുകാരെ വിളിക്കാനുള്ള ഫംഗ്ഷനാണെങ്കിൽ ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്തിരിക്കും, നിന്നോട് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് നീ മനസ്സിൽ വെച്ചാൽ മതി. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഒറ്റയ്ക്ക് ഒരുങ്ങി പുറത്തേക്ക് വരികയാണെങ്കിൽ ആദർശേട്ടൻ്റെ അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കില്ലേ? എടി അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്ന് ഞാൻ മനസ്സിലാദ്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാ നിന്നോട് ഡിന്നറിന് വരണമെന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇവിടെ വന്ന് നിന്നെ ഞാനല്ലേ കൂട്ടിക്കൊണ്ടു പോകുന്നത്, അപ്പോൾ അമ്മയോട് പറയേണ്ടതൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും സംഗതി കൊള്ളായില്ലേ. അപ്പം നയന വീണ്ടും പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണെന്ന്. ആയിക്കോട്ടെ, നിനക്ക് ഇതൊന്നും ശരിക്ക് പറഞ്ഞാൽ അറേഞ്ച് ചെയ്തു തരാൻ പാടില്ല. അപ്പം നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതൊരു വിഷയമാക്കണ്ട ആദർശേട്ടാ, അതൊക്കെ കഴിഞ്ഞുപോയി, ഗംഭീരമായിട്ട് ഡിന്നർ കഴിച്ച് എല്ലാവരും തിരിച്ചു വരികയും ചെയ്തു, ഇനിയിപ്പോൾ നാളത്തെ ഫംഗ്ഷനും ഇതിട്ട് മിടുക്കനായിട്ട് വേണം മുന്നിൽ നിൽക്കാൻ. ശരി ശരി, അത് ഷെൽഫിൽ വെച്ചേക്ക്. നയന പെട്ടെന്ന് പറയുന്നുണ്ട്, ഇന്ന് എല്ലാവരും വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടിയല്ലോ, നമ്മുടെ സെപ്പറേറ്റ് ഫോട്ടോസും ഉണ്ട്, അതൊക്കെ എപ്പോഴാണ് ഫ്രെയിം ചെയ്ത് കിട്ടുന്നേ? അത് ഫോട്ടോഗ്രാഫർക്ക് തോന്നണം. ഒരു ഒഴുക്കം മട്ടിലാണ് ആദർശ് മറുപടി പറയുന്നത്. അപ്പം നയന പറയുന്നുണ്ട്, ശരി, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് 2-3 ഇതിനകത്ത് ഈ മുറിയിനകത്ത് വെക്കണം. അപ്പോൾ ആദർശ് പറയാണ്, നിന്നെ നേരിട്ട് കാണുന്നത് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി അതിൻ്റെ കൂടെ ഏതു നേരവും നിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കണോ? അപ്പോൾ നയന പറയാണ്, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മൾ ഒരുമിച്ചല്ലേ, ഇനി എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ സ്വന്തം മുഖത്തേക്ക് നോക്കിയാൽ മതി, അല്ല പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് നയന അവിടുന്ന് പോവാണ്. അപ്പോൾ ആദർശ് ഒരു പുഞ്ചിരിയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത്. അഭിയും നവ്യയും ഉറങ്ങാൻ കിടന്നിട്ടാണുള്ളത്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാന്നല്ലാതെ അഭിക്ക് ഉറക്കം വരുന്നില്ല. നവ്യയാണെങ്കിൽ നല്ല ബോധമില്ലാതെ ഉറങ്ങുകയാണ്. ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞും കിടന്നതിന് ശേഷം നവ്യയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അഭി. അതിനുശേഷം എഴുന്നേറ്റ് ലേറ്റിട്ടിട്ട് എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്, ഇവർക്ക് ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ, എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല, അവളാണെങ്കിൽ പോത്തുപോലെ കിടന്ന് ഉറങ്ങുക, വയറ്റിൽ കുഴപ്പമുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അതിനുശേഷം നവ്യയുടെ വയറിൻ്റെ മുകളിൽ കൂടെ കൈവച്ച് നോക്കുകയാണ് അഭി. പെട്ടെന്ന് നവ്യ ഉറക്കത്തിന് ചാടി എഴുന്നേക്കാണ്. എന്താ? അപ്പം അഭി ചോദിക്കുന്നുണ്ട്, നിനക്ക് വയറ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
എന്ത്? അല്ല, എന്തോ കുഴപ്പമുണ്ട്. നിനക്കിപ്പോൾ എന്താ തോന്നുന്നത്? അപ്പോൾ നവ്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു ഡയമണ്ട് നെക്ലേസ് വേണം തോന്നുന്നുണ്ട്. എന്താ, വാങ്ങിത്തരാൻ പറ്റുമോ? ഓഹോ, രാത്രി മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കുക. നീ എന്തിനാ എൻ്റെ വയറ്റിൽ തൊട്ടത്? അപ്പോൾ അഭി സ്നേഹത്തോടെ പറയാണ്, അതിനകത്താണല്ലോ നമ്മുടെ കുഞ്ഞ്. ഓ, രാത്രി ആയപ്പോൾ കുഞ്ഞിനെ ഓർത്തു അല്ലേ? എന്നിട്ട് നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പാഡാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഇന്നത്തോടെ എല്ലാം തീർന്നേനെ. അപ്പോൾ അഭി പറയുന്നുണ്ട്, ദേ കൂടുതലൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ കുഞ്ഞ് ഭദ്രമായിട്ട് നിൻ്റെ വയറ്റിൽ കിടന്ന് ഉറങ്ങുകയാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തലോടി നോക്കിയതാ. അപ്പം നവ്യ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എന്തിനി, ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്താനോ? അപ്പോൾ അഭി അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഉണരുമോ? അപ്പോൾ നവ്യ ചോദിക്കുക, പിന്നെ അതിന് ഉണരണ്ടേ? പിന്നെ നീ ഇടയ്ക്ക് നരങ്ങ മുളകൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നിൻ്റെ വയറ്റിൽ എന്തൊക്കെയോ അസ്വസ്ഥതയുണ്ടെന്ന്. അപ്പോൾ നവ്യ വലിയ അസ്വസ്ഥതയോടെ പറയാണ്, എൻ്റെ വയറിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഉറക്കത്തിൽ നരങ്ങ മുളകൊക്കെ ചെയ്യുന്നത് സാധാരണയല്ലേ? നീ വെറുതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പോൾ അഭി വീണ്ടും പറയാണ്, അല്ല, നിനക്കെന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ നീ അപ്പോഴേ എന്നെ വിളിക്കണം. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. പിന്നെ നാളെ രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് പറയാം. നവ്യ തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ വേണ്ടി വീണ്ടും നോക്കുകയാണ്. അപ്പം അഭി വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല, നീ എന്തിനാ തിരിഞ്ഞു കിടന്നത്? അപ്പം നവ്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇങ്ങനെ കിടന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. അപ്പോൾ അഭി എന്ന് പറയാം. അതിനുശേഷം നവ്യ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ വയറ്റത്ത് തപ്പി നോക്കി പാഡാണെന്നൊന്നും അവൻ അറിയണ്ട. പാഡ് കെട്ടിയിരിക്കുന്നത് അവൻ അറിഞ്ഞു കാണുമോ എന്തോ. നവ്യ ആകെ മൊത്തം അസ്വസ്ഥതയോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അഭി വീണ്ടും ചോദിക്കുന്നുണ്ട്, അതെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ? എനിക്കൊരു കുഴപ്പമില്ല. നീ ഇപ്പം ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുന്നതാ എൻ്റെ കുഴപ്പം. അഭിക്ക് ദേഷ്യം വന്നിട്ട് അഭിയും അപ്പുറത്ത് കിടക്കുകയാണ്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ജലജയും മുറിയിൽ. കനക നല്ല ഉറക്കത്തിലാണ്. പക്ഷേ ജലജ വിചാരിക്കുന്നുണ്ട്, അവളുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ മരുന്ന് അകത്ത് ചെന്നിട്ടും അവൾക്കൊരു കുഴപ്പമില്ലെന്നാണല്ലോ തോന്നുന്നത്. എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങുന്ന കനകയെ നോക്കിക്കൊണ്ട് വിചാരിക്കുക, ഒരുത്തി സുഖിച്ച് കിടന്ന് ഉറങ്ങുക. ആദ്യം ഇവൾക്ക് AC വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടെന്നാണ് തോന്നുന്നത്. ജലജ ബെഡിൽ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ചിന്തിക്കുകയാണ്. അതേസമയം കനകമെല്ലാം കണ്ണിന്ന് പാളിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം കനക ഉറക്കത്തിലല്ലായിരുന്നു. എന്നിട്ട് ഇങ്ങനെ തലയാട്ടാണ്, ഇവളെന്തോ ചിന്തിക്കുകയാണല്ലോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. എന്നിട്ട് വീണ്ടും കണ്ണടച്ച് ഉറങ്ങുമ്പോൾ തന്നെ കിടക്കും. അപ്പോൾ ജലജ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ, ആ കുഞ്ഞു പോകുന്നതോടെ ഇവളും പോവുമല്ലോ. എന്നിട്ട് ജലജ എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. അത് കാണുന്ന സമയത്ത് കനക വിചാരിക്കും, ഇവളെവിടെയൊക്കെ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് കനകയും ജലജയുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. ജലജ പമ്മി നേരെ പോയത് അബിയുടെ മുറിയുടെ പുറത്തേക്കാണ്. എന്നിട്ട് ആ ഡോറിൻ്റെ നേരെ ചെവിയും വെച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് സ്വയം വിചാരിക്കുന്നുണ്ട്, അകത്ത് അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. പിന്നാലെ വന്ന കനകയാണെങ്കിൽ തൂണിൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കുകയാണ്. അതിനുശേഷം കനക നോക്കുമ്പോൾ കാണുന്നത് ജലജ അവിടെ ഒളിഞ്ഞു നോക്കുന്നത്, അതായത് ഒളിഞ്ഞു കേൾക്കുകയാണ് അത് റൂമിൻ്റെ അകത്തുള്ള ശബ്ദം. ആ ഒരു രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കനകക്ക് തോന്നുന്നത്. അപ്പോൾ കനക വിചാരിക്കുന്നുണ്ട്, അയ്യേ, ഇവളെന്തൊരമ്മയാ, മോനും മരുമകളും കിടക്കുന്ന മുറിയിലൊക്കെ ഒളിഞ്ഞു നോക്കുന്നത്. എന്നിട്ട് കനക പോയി ജലജയുടെ തൊട്ട് പിന്നാലെ നിന്നിട്ട് ചോദിക്കുകയാണ്, അതേ, അകത്തുനിന്ന് എന്തെങ്കിലും കേട്ടായിരുന്നോ? അപ്പോൾ ജലജ ഓർമ്മിക്കാതെ പറയുന്നുണ്ട്, ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ കനക ജലജയെ കൈകൊണ്ട് തൊട്ട് വിളിക്കുകയാണ്. അപ്പോൾ ജലജ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കനകയെ കാണുന്നുണ്ട്. അപ്പോൾ കനക പറയാണ്, ലോകത്തിലെ എല്ലാവരും കുഴപ്പക്കാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ ഏറ്റവും വലിയ കുഴപ്പക്കാരി. ജലജ മറുപടി ഒന്നും ഇല്ലാതെ കേട്ട് നിൽക്കുകയാണ് കനക പറയുന്നത്. ആരെങ്കിലും ചെയ്യോ? മോനും മരുമകളും കിടക്കുന്ന മുറിയിൽ ചെവി വെച്ചിട്ട് എന്ത് കേൾക്കാനാ? അത് പിന്നെ ചെവി വെച്ച് ഞാൻ കേട്ടതൊന്നുമല്ല. ജലജ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കനക പറയാ, പക്ഷെ അങ്ങനെയാണല്ലോ ഞാൻ കണ്ടത്. അല്ലെങ്കിലും നീ കാണാൻ പാടില്ലാത്തതൊക്കെയല്ലേ കാണുള്ളൂ. ഇപ്പം കുറ്റം എൻ്റേതായി. എന്തായാലും ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളാരും ഇതുപോലെ തരംതാണ പണിയൊന്നും ചെയ്യില്ല. അപ്പോൾ ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇനി ഇത് മൈക്കും കെട്ടിവെച്ച് നീ ലോകത്തെ മുഴുവൻ അറിയിക്കണ്ട. ലോകത്തെ അറിയിച്ചില്ലെങ്കിലും നിങ്ങളുടെ മകനെയും മരുമകളെയും ഞാൻ അറിയിക്കും. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അവരും അറിയട്ടെ. അപ്പോൾ ജലജ പൊട്ടിത്തെറിക്കുകയാണ്, നീ അനാവശ്യം പറയരുത്. ഇടയ്ക്കൊരു വലിയ ശബ്ദം കേട്ടായിരുന്നു. അത് ഏത് മുറിയെന്ന് അറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, എന്നിട്ട് ഞങ്ങളാരും ഈ പറഞ്ഞ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. മിക്കവാറും ഇങ്ങനെ പോയാലേ പൊട്ടും, കരണം നോക്കി പൊട്ടും. എന്നാ നീ എന്നെ തല്ലേ. അപ്പോൾ കനക ചോദിക്കുക, അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളെ നല്ലൊരു ഡോക്ടറെ കാണണം. അപ്പോൾ ജലജ ദേഷ്യത്തോട് പറയാണ്, നിന്റെ വീട്ടിലൊരുത്തനുണ്ടല്ലോ, അവനെ കൊണ്ടുപോയി കാണിക്ക്. അവൻ ഒറ്റ ഒരുത്തനാണ് നിന്റെ മക്കളെ ഇങ്ങനെ വഴിതെറ്റിച്ചത്. എന്നാലും ഇത് ഭയങ്കര മോശമായിപ്പോയി. അമ്മായിയമ്മയുടെ ഈ സ്വഭാവം കാരണേ മക്കൾക്കും മരുമക്കൾക്കും വീട്ടിനകത്ത് ഇങ്ങനെ ജീവിക്കാൻ പറ്റാതെ വന്നാലേ അത് വലിയ കഷ്ടാ ജലജെ. ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ട് കനക അവിടുന്ന് പോവുകയാണ്. അപ്പോഴേക്കും ജലജക്ക് ആകെ ടെൻഷനായി. ഇവളെ ഇത് ആരോടെങ്കിലും പോയി പറയുമോ? അകത്താണെങ്കിൽ ഒന്നും കേൾക്കുന്നുമില്ല. അവൾക്ക് വയ്യാതെ വന്നാൽ അവൻ വിളിക്കേണ്ടതാ. വിളിച്ചൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും അവനൊന്ന് വിളിച്ചൂടെ? എല്ലാം കണക്കാ. ജലജ ദേഷ്യത്തോടെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്.
അതേസമയം ആദർശ് നയനം കിടക്കുന്ന മുറിയിൽ ആദർശ് പെട്ടെന്ന് ഉറക്കത്തിന് എഴുന്നേൽക്കുകയാണ്. നോക്കുന്ന സമയത്ത് നയന അവിടെ നല്ല ഉറക്കത്തിലാണ്. ആദർശ് വിചാരിക്കുന്നുണ്ട്, ഷേ കരണ്ടും പോയല്ലോ, ആകെ മൊത്തം ചൂട്, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ലേ, മൊബൈലാണെങ്കിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് ആദർശ് മൊബൈൽ തപ്പുകയാണ്. അപ്പം നയന കിടന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള ടേബിളിൻ്റെ മുകളിലാണ് ഫോൺ ഉണ്ടായിരുന്നത്. അപ്പം നയനയുടെ മേലെ കൂടെ പോയിട്ട് ആദർശ് ആ ഫോൺ എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം നയന പെട്ടെന്ന് ഉറക്കത്താരോ നമ്മുടെ മേത്ത് വന്ന് പിടിക്കാൻ ശ്രമിച്ചതെന്ന് വിചാരിച്ചിട്ട് നയന ബഹളം വെക്കുകയാണ്. അപ്പോൾ ആദർശ് കൈകൊണ്ട് വായ പൊത്തി പിടിക്കുന്നുണ്ട്, ബഹളം വെക്കല്ലേ ബഹളം വെക്കല്ലേ. അപ്പം നയന ഉറക്കത്തിന് എഴുന്നേറ്റ് പറയും, ആഹാ മനുഷ്യൻ ഉറങ്ങിക്കിടന്ന് ഇതാണല്ലേ സ്വഭാവം, എന്താ നീ പറയുന്നത്, സകല വൃത്തികേടും കയ്യിലുണ്ട്. നയന ദേഷ്യത്തോടെ പറയാണ്, എടി നോക്ക് കരണ്ട് പോയി, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ലെന്നാ തോന്നുന്നത്, അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ നോക്കിയതാ. ആ അതിനിങ്ങനെയാണോ മൊബൈൽ എടുക്കുന്നേ? നയന ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എനിക്കേ മനഃപൂർവ്വം ഉമ്മ തരാൻ വന്നതല്ലേ. ഞാനോ? ഉമ്മ വെക്കാൻ പറ്റിയൊരു സാധനം അല്ലാതെ പിന്നെ ആരാ? നയന ചോദിക്കുന്നുണ്ട്. അതെ, പകരത്തിന് പകരം എനിക്കും തിരിച്ച് ഉമ്മ തരണം. അപ്പോൾ ആദർശ് പരിഭ്രമിച്ചോണ്ട് പറയുന്നുണ്ട്, ദേ നീ വെറുതെ തെറ്റിദ്ധരിച്ച് ഓരോന്ന് പറയല്ലേ, ഇത് തെറ്റിദ്ധാരണയൊന്നുമല്ല, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴേ നിങ്ങളാ ഓരോന്ന് കാണിച്ചു കൂട്ടിയത്, ഞാൻ പക്ഷേ പറഞ്ഞോണ്ടാ ഉമ്മ തരാൻ പോകുന്നത്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നയന ദേ വേണ്ട. അപ്പോഴേക്കും നയന ആദർശിൻ്റെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ആദർശ് പറയുന്നുണ്ട്, നയന വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് നീങ്ങി അവന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അടുത്തേക്ക് നയന എഴുന്നേറ്റ് ആദർശിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ദേ ഞാൻ തരാം, വേണ്ടാന്നാ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, ഞാൻ തരാന്നേ, വേണ്ട നീ എന്തേ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പം നയന പൊട്ടിച്ചിരിക്കുകയാണ്. ദേ ഇത് ഒരു കടായിട്ട് ഞാൻ വെച്ചിരിക്കുക, എന്തായാലും നാളെ നേരം പുലരുമ്പോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ ഇത് പറയണം. നിനക്ക് എന്തിൻ്റെ സൂക്കേടാ? അല്ല അവരൊക്കെ ഇത് അറിഞ്ഞിരിക്കണമല്ലോ, അവരറിഞ്ഞാൽ എന്താ കുഴപ്പം, അവരെന്നെ എന്തെങ്കിലും പറയുമോ? എന്നാലും എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് അവരൊക്കെ അറിയണ്ടേ. അത് പറയണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കടം വീട്ടാനുള്ള അവസരം എനിക്ക് തരണം. ഇന്ന് വേണ്ട, ഞാൻ ആവശ്യപ്പെടുമ്പോൾ മതി, കേട്ടല്ലോ. ആദർശ് പുച്ഛത്തോടെ തലതിരിക്കുകയാണ്. അപ്പോഴേക്കും നയന പോയിട്ട് ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. ദേ ഇരിക്കുന്നു മൊബൈൽ ഫോൺ. എന്നിട്ട് ആദർശിന് ഫോൺ കൊടുത്തുകൊണ്ട് ചോദിക്കും, ഇനി ഇൻവെർട്ടർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ലേ? അപ്പോഴേക്കും കരണ്ട് വരുവാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ദേ കരണ്ട് വന്നല്ലോ. കരണ്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഓരോരോ അടവും തന്ത്രമായിട്ട് നടക്കുക. മനുഷ്യനായാലേ കുറച്ചെങ്കിലും മാന്യത വേണം, ആണുങ്ങളെ പോലെ പെരുമാറണം. ഡി പോയി കിടന്ന് ഉറങ്ങടി. ആദർശ് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നിട്ട് രണ്ടുപേരും വീണ്ടും ബെഡിൽ കയറി കിടക്കുകയാണ്. എന്നിട്ട് ഒരേപോലെ തന്നെ പുതപ്പൊക്കെ എടുത്ത് പൊതിച്ചതിന് ശേഷം നയന ആദർശിൻ്റെ നേരെ തല വെച്ചിട്ടാണ് കിടന്നിട്ടുള്ളത്. നയന ചോദിക്കുന്നുണ്ട്, അതെ ഞാൻ ബെഡിൽ നിന്ന് ഇറങ്ങി താഴെ കിടക്കട്ടെ, എനിക്കിപ്പോൾ വലിയ വിശ്വാസമൊന്നും ഇല്ല, ഏത് നേരത്തെ ആക്രമിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഒന്നും മിണ്ടാണ്ടിരിക്കുവോ. നയന ആ ഇൻസിഡൻസ് ഓർത്തോർത്ത് ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ആദർശ് ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. നേരം പുലർന്നോന്ന് നോക്കിയിട്ട് അടിച്ചു വാരുന്ന ചൂലും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ജലജ. നേരെ അബിയുടെ റൂമിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വെറുതെ തൂത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി ആ വിവരദോഷി കാണണ്ട, ഞാൻ ഒളിഞ്ഞു നോക്കുകയാണ്, നമ്മൾ പറഞ്ഞു പരത്തും. അപ്പോഴും അബിയുടെ റൂമിൻ്റെ വാതിലിൻ്റെ നേരെ തന്നെ ചെവി ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എന്തെങ്കിലും ശബ്ദം അകത്തുനിന്ന് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അബി വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അബിയെ കണ്ടപ്പോഴേക്കും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്തുവാടാ ഇത്, നിന്നെ ഈ ചൂല് കൊണ്ട് അടിക്കുക വേണ്ടത്. എന്താ അമ്മേ, ഇന്നലെ ഞാൻ എത്ര തവണ വിളിച്ചടാ, നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? അത് ഫോൺ സൈലൻറ്റിലായിരുന്നു അമ്മേ. സൈലൻസിൽ ഫോണും വെച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നിനക്കൊന്നും എന്നെ വിളിക്കണമെന്ന് തോന്നിയോ? അതിന് വിളിക്കാനും മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ അവിടെ. അഭി ശബ്ദം കുറച്ചിട്ടാണ് സംസാരിക്കുന്നത്. ജലജയാണെങ്കിൽ ദേഷ്യത്തോടെ സൗണ്ട് കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം ജലജ പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ നിൻ്റെ മുറിയുടെ പുറത്ത് വന്ന് ചെവി വെച്ച് നോക്കുന്നത് അവൾ കണ്ടു, ഓ കനക. എന്നിട്ടേ അവൾ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അഭി പറയുന്നുണ്ട്, ഷോ അതൊന്നും കാര്യമാക്കണ്ട അമ്മേ. ഞാൻ കാര്യമാക്കുന്നില്ല, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എന്തെങ്കിലും സംഭവിച്ചോ? അവൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഒന്നുമില്ല അമ്മേ, അവൾ നമ്മളെക്കാൾ സ്മാർട്ടായിട്ടിരിക്കുക. അങ്ങനെ വരാൻ വഴിയില്ലല്ലോടാ. അപ്പം അഭി ചോദിക്കുന്നുണ്ട്, അമ്മ ഡോക്ടർ തന്ന മരുന്ന് തന്നെയാണോ കൊടുത്തത്? അല്ലാതെ ഞാൻ പിന്നെ മരുന്ന് മാറ്റി കൊടുക്കോ? അത് എന്തൊരു ചോദ്യാടാ. എന്നിട്ട് പിന്നെ അവൾക്ക് എന്താ ഒന്നും സംഭവിക്കാത്തത്? അത് എന്നോടാണോ ചോദിക്കുന്നത്? അവൾക്ക് ചെറിയൊരു വയറുവേദന പോലും ഉണ്ടായില്ലേ ഇന്നലെ? ഇല്ല, അവൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം ജലജ കൺഫ്യൂഷനോടെ പറയുന്നുണ്ട്, ഇത് എന്തൊരു മറിമായാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മുറിയിൽ നിന്നും നിലവിളി ശബ്ദം കേൾക്കുകയാണ്, ആഹാ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും രണ്ടുപേരും ഇങ്ങനെ നോക്കുമ്പോഴേക്കും നവ്യയാണ് കരയുന്നത്. വീണ്ടും നവ്യ അതേപോലെ തന്നെ ശബ്ദം ഉയർത്തുകയാണ്. അപ്പം എന്താ കാര്യം എന്നറിയാൻ വേണ്ടി രണ്ടുപേരും മുറിയിലേക്ക് വന്നപ്പോഴേക്കും നവ്യ അവിടെ ഉണ്ട്. അത് പിന്നെ അബി എന്ന് പറയുന്നുണ്ട്, എന്താ നവ്യ എന്തെങ്കിലും സംഭവിച്ചോ? വീണ്ടും അത് തന്നെ പറയണം, എന്താ കുഴപ്പം? അത് പിന്നെ ബാത്റൂമിൽ എന്താ പറ്റിയത്? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ഉണ്ട്. അപ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പരസ്പരം ചിരിക്കുകയാണ്. അല്ല നിനക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോകണോ? വേണ്ട. പിന്നെ നിനക്ക് വലിയ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞതോ?
എനിക്കിത് കാണുന്നത് തന്നെ കുഴപ്പാ. എന്ത് കാണുന്ന കാര്യം നീ പറയുന്നത്? എന്താണ് ബാത്റൂമിൽ? ഓന്തുപല്ലി. ഓന്തുപല്ലിയോ? ആ, ഓന്തിനെ പോലൊരു പല്ലി. അപ്പം ജലജ ദേഷ്യത്തോടു കൂടി മുഖം ഇങ്ങനെ വെക്കുകയാണ്. അബിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എനിക്ക് പല്ലിയെയും പാറ്റയും കാണുന്നതേ പേടിയാ. ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്, സകല പ്രതീക്ഷയും പോയല്ലോ. ഒരു പല്ലിയെ കണ്ടതിനാണോ നീ ഇത്രയും നിലവിളിച്ചത്? ഓ, എൻ്റെ ജീവൻ അങ്ങ് പോയി അബി. അപ്പം ജലജ ദേഷ്യത്തോടെ വന്നിട്ട് ചോദിക്കും, നിന്റെ ചെതല് പിടിച്ച വീട്ടിലെ നീ പല്ലിയും പാറ്റയൊന്നും കണ്ടിട്ടില്ലേ? അവിടെ വെച്ച് ഞാൻ ഇതുപോലെ ഒരുപാട് പ്രാവശ്യം നിലവിളിച്ചിട്ടുണ്ട്. അപ്പം ജലജ ദേഷ്യത്തോടെ വിചാരിക്കുക, നിന്നെ കാരണം ഞങ്ങളിപ്പം നിലവിളിക്കുക, കൈകാലിട്ട് അടിക്കുക. മനുഷ്യനെ നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അബി ദേഷ്യത്തോടെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, പ്ലീസ് അബി, ഒന്ന് ആ പല്ലി എടുത്തു കളാ. അപ്പം ജലജ പറയുന്നുണ്ട്, നീ എടുത്ത് കളയണ്ടടാ. ഒരു പല്ലിയെ പേടിക്കുന്നവളാ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ പോകുന്നത്. അപ്പം നവ്യ ഇങ്ങനെ പേടിയോടെ നിൽക്കുകയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, നിന്റെ കുറവ് എന്താണെന്ന് നീ ആദ്യം തിരിച്ചറിയണം, മനസ്സിലായോ? എനിക്ക് പല്ലിയെ പേടിയാ. അത് ഞാൻ എൻ്റെ ഭർത്താവിനോടല്ലാതെ പിന്നെ ആരോടാ പറയേണ്ടത്? അപ്പം ജലജ ദേഷ്യത്തോടെ അബിയോട് പറയാണ്, ഡാ, ഇന്ന് തന്നെ ഈ ജില്ലയിലുള്ള എല്ലാ പല്ലിയുടെയും പാറ്റയുടെയും കണക്കെടുക്കണം. എന്നിട്ട് അതിനെയെല്ലാം നശിപ്പിച്ച് നിന്റെ ഭാര്യയുടെ ഭയം ഒഴിവാക്കി കൊടുക്കണം. എടി, പല്ലിയും പാറ്റയും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ നിന്റെ അനിയത്തിയും പോലെയുള്ള പെണ്ണുങ്ങളെയാണ് ഭയക്കേണ്ടത്. നീയൊക്കെ വീട്ടിൽ കയറുന്നതേ മൂർഖം പാമ്പ് വീട്ടിൽ കയറുന്നതിനേക്കാളും അപകടാ. ജലജയുടെ സംസാരം കേട്ട സമയത്ത് നവ്യ ഇങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.